ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമല ദർശനത്തിനെത്തുന്ന എല്ലാവർക്കും സുരക്ഷയൊരുക്കുന്നതിൻ്റെ ഭാഗമായി ഈ വിധിയുടെ ഭാഗമായി എത്തിപ്പെടുന്ന സ്ത്രീകൾക്കും സുരക്ഷയൊരുക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ശബരിമലയിൽ നടന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ ആ ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. എന്നാൽ അത്തരം സമീപനം സർക്കാർ സ്വീകരിക്കുമ്പോൾ എല്ലാ ഘട്ടത്തിലും ശബരിമലയെ സംഘർഷഭൂമിയാക്കാനാണ് സംഘപരിവാർ തുടർച്ചയായി ശ്രമിച്ചു വന്നിട്ടുള്ളത്. സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതോടൊപ്പം ശബരിമലയെ എങ്ങനെയെല്ലാം സംഘർഷഭരിതമാക്കാം, ഇതിനാണ് സംഘപരിവാർ ശ്രമിച്ചു വന്നത്. ഏതെല്ലാം അക്രമ പ്രവർത്തനങ്ങൾ ശബരിമലയിൽ അവർ കാട്ടിക്കൂട്ടി എന്നത് ജനങ്ങളുടെ മനസ്സിലുള്ളതാണ്. അപ്പം ഇത്തരം സംഘർഷങ്ങളിൽ നിന്ന് ശബരിമലയെ മോചിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. പോലീസിന്റെ ഇടപെടലുകളും സംഘർഷ നില ഇല്ലാതാക്കാനുള്ളതായിരുന്നുവെന്ന് കാണാൻ കഴിയും. Police was deployed to make sure that these kind of protests don't take place. ശബരിമല ദർശനം നടത്തിയ 2 വനിതകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതിനായി ശ്രമിച്ചവരാണ്. The darshan at Sabrimala will be given. പല കാരണങ്ങളാൽ ആ ഘട്ടത്തിൽ അത് കഴിയാതെ വന്നപ്പോൾ താൽക്കാലികമായി അവർ മടങ്ങിപ്പോയിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം വീണ്ടും അവർ ശബരിമല ദർശനത്തിന് സൗകര്യമൊരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട പോലീസ് അവർക്കാവശ്യമായ സുരക്ഷ ഒരുക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവര് ഹെലികോപ്റ്ററിൽ ശബരിമലയിൽ പോയി ഇറങ്ങുകയല്ല ചെയ്തിട്ടുള്ളത്. സാധാരണ എല്ലാ ഭക്തരും പോകുന്ന വഴിയിൽ തന്നെ അവർക്ക് പ്രത്യേകമായിട്ട് പരിഗണനകളൊന്നും ഉണ്ടായില്ല. മറ്റ് ഭക്തരോടൊപ്പം തന്നെ അവരും അയ്യപ്പ ദർശനം നടത്തുകയുണ്ടായത്. എല്ലാ ഭക്തരും അയ്യപ്പ ദർശനത്തിനെത്തുന്നവർക്ക് സൗകര്യങ്ങൾ പരസ്പരം ഒരുക്കാറുണ്ട്. ഇവരുടെ കാര്യത്തിലും അത് തന്നെയാണ് നടന്നത്. ഇവർക്ക് ദർശനത്തിനാവശ്യമായ സൗകര്യം മറ്റു ഭക്തർ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഷേധവും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പോ അവിടെ ഉണ്ടായിരുന്ന ഭക്തരിൽ നിന്നുണ്ടായില്ല എന്നർത്ഥം. ശബരിമല ദർശനം നടത്തിയ വനിതകളുടെ വാക്കുകളിലൂടെ തന്നെ വ്യക്തമാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഭക്തർ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു എന്ന്
അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധ സംഘർഷവും ഇതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായില്ല. അവർ ദർശനം നടത്തി ഇറങ്ങിപ്പോന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് ദർശനം ഇങ്ങനെ നടന്നു എന്ന വിവരം ശബരിമലക്ക് പുറത്തറിയുന്നത്. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ വനിതകൾ ശബരിമലയിൽ കയറി ദർശനം നടത്തി എന്ന വിവരം പുറത്തു വന്നു. മണിക്കൂറുകൾ പിന്നിട്ടു. ഒരു പ്രത്യേക സംഭവം ഉണ്ടായില്ല. പ്രത്യേക സംഘർഷങ്ങളൊന്നും ഉയർന്നു വന്നില്ല. അപ്പോ ഇത് വ്യക്തമാക്കുന്നത് എന്താ? ഇത്തരത്തിലൊരു ദർശനത്തിന്റെ ഭാഗമായി സ്വാഭാവികമായ പ്രതിഷേധം നമ്മുടെ നാടിനില്ല, അയ്യപ്പ ഭക്തരില്ല. എല്ലാവരും ആ വിവരം അറിഞ്ഞ് ആ നിലയിൽ നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ സംഘർഷം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അടങ്ങിയിരിക്കൂല. അപ്പം അവര് ഈ വിവരം പുറത്തു വന്ന് മണിക്കൂറുകളായിട്ടും പ്രത്യേക സംഘർഷങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഇതിൽ നിന്ന് മുതലെടുപ്പ് നടത്തേണ്ടവര്, പ്രത്യേക രാഷ്ട്രീയ മുതലെടുപ്പ് ആഗ്രഹിക്കുന്നവര്, അവര് ഇതുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന നിലയുണ്ടായി. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് ആസൂത്രിതമായ ഒരു നീക്കമാണ്. അതായത് സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം താഴോട്ട് പോയപ്പോൾ അതിന്റെ ഭാഗമായി സംഘപരിവാർ തെരുവിൽ ആക്രമണം സംഘടിപ്പിക്കാൻ തയ്യാറാകുന്ന നിലയാണുണ്ടായത്. ഇത് കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായാണ്. സ്വാഭാവിക പ്രതിഷേധം എവിടുന്നും ഉയർന്നു വന്നില്ല. കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് പിന്നീട് കേരളത്തിൽ നടന്നിട്ടുള്ളത്. മന്ത്രിസഭ ആലോചിച്ചത് ഇത് രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള വ്യക്തമായ ഇടപെടലുകളാണ്. അതിന്റെ മുന്നിൽ ഒറ്റ സമീപനെ സർക്കാരിന് സ്വീകരിക്കാൻ പറ്റും. അത് ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ശക്തമായി നേരിടുക എന്നുള്ളത് തന്നെയാണ്. ഒരു തരം അക്രമവും വെച്ച് പൊറുപ്പിക്കാനാവില്ല. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് BJP നടത്തുന്ന സംസ്ഥാന തലത്തിലുള്ള 5ാമത്തെ ഹർത്താലാണിത്. 3 മാസത്തിനിടയിൽ 7 ഹർത്താലുകളാണ് സംഘപരിവാർ സംഘടിപ്പിച്ചത്. ഏതെങ്കിലും പ്രശ്നത്തിന്റെ മേലെയാണ് ഹർത്താലുകൾ വന്നത്. ആദ്യത്തെ ഹർത്താൽ ഒക്ടോബർ 1 ദേവസ്വം ബോർഡ് പുനഃപരിശോധനാ ഹർജി നൽകിയില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഹർത്താൽ. പിന്നെ തുലാമാസ പൂജക്ക് നട തുറക്കുകയാണ് ഒക്ടോബർ 18. അന്ന് ഹർത്താൽ പോലീസ് നടപടിക്കെതിരെയായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നവംബർ 2 ഒരാൾ അപകടത്തിൽ മരണപ്പെട്ടു. പന്തളക്കാരനായ ഒരാൾ. അതിൻ്റെ മേലെ പത്തനംതിട്ടയിൽ ഹർത്താൽ.
നവംബർ 17 വൃശ്ചികം 1 വൃശ്ചികം 1 വിശ്വാസികൾക്കല്ലാത്തവർക്കടക്കറിയാം അതിൻ്റെ പ്രാധാന്യം. അത് മണ്ഡല മകരവിളക്കിൻ്റെ ഭാഗമായുള്ള നട തുറക്കുന്ന ദിവസമാണ്. അന്നാണ് സംസ്ഥാന ഹർത്താൽ നടത്തിയത്. ഡിസംബർ 11 തിരുവനന്തപുരം ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഡിസംബർ 17 ഒരു മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്ത സംഭവം സംസ്ഥാനമാകെ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഇന്നും ഹർത്താൽ. ഇങ്ങനെ ആത്മഹത്യയുടെ പേരിൽ, അപകട മരണത്തിൻ്റെ പേരിൽ എല്ലാം ഹർത്താൽ പ്രഖ്യാപിക്കുന്ന നിലയാണ് BJPയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. സാധാരണ സമരരൂപങ്ങളിൽ ഏറ്റവും ഒടുവിൽ സ്വീകരിക്കുന്ന ഒന്നാണ് ഹർത്താൽ പോലൊരു സമരമാണ്. ഇത് തോന്നുംപടി പ്രഖ്യാപിക്കുന്ന നിലയാണ് വരുന്നത്. അതിനാണെങ്കിലോ കള്ളക്കഥകളാണ് കെട്ടിച്ചമക്കുന്നത്. ഈ ഹർത്താൽ, ഇന്നത്തെ ഹർത്താൽ യഥാർത്ഥത്തിൽ ആർക്കെതിരെയുള്ളതാണ്? അത് സുപ്രീം കോടതി വിധിക്കെതിരെയുള്ള ഹർത്താലാണ്. ഇവിടെ നടപ്പായിട്ടുള്ളത് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ്. ആ വിധി സ്ത്രീകൾക്ക് ശബരിമല ക്ഷേത്ര പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെതിരായി ഹർത്താൽ നടക്കുന്നു എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഹർത്താൽ എന്ന് മാത്രമേ കാണാൻ പറ്റൂ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ മുതൽ അരങ്ങേറുന്ന അക്രമങ്ങൾ ഏതെല്ലാം തരത്തിലുള്ളതാണ്? ഇവിടെ മാധ്യമപ്രവർത്തകർ, പോലീസുകാർ, വഴിയാത്രക്കാർ എല്ലാവരും ആക്രമിക്കപ്പെടുകയാണ്. 7 പോലീസ് വാഹനങ്ങൾ, ഇന്നലത്തെ കണക്കാണ് ഞാൻ പറയുന്നത്, ഇന്നലെ അടക്കം ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ പൂർണ്ണമായിട്ടുണ്ടാവില്ല ഇതിനകത്ത്. 79 KSRTC ബസ്സുകൾ കല്ലെറിഞ്ഞ് താർത്തിരിക്കുക. 31 പോലീസുകാർക്ക് പരിക്കേറ്റു. വേറൊരു പ്രത്യേകത കാണേണ്ടത്, ആക്രമിക്കപ്പെട്ടവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. അതിൽ മാധ്യമപ്രവർത്തകരെ സ്ഥിതിയെടുത്താൽ വനിതാ മാധ്യമപ്രവർത്തകരും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം സംഘപരിവാറുകാർ നിരവധി കടകൾ, റോഡ് വക്കിലുള്ള വിവിധ ബോർഡുകൾ എല്ലാം തകർക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. CPIMന്റെയും CPIയുടെയും ഓഫീസുകൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. ചില ഓഫീസുകൾ കത്തിച്ചു. സ്വകാര്യ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, അവിടെ ഇടക്കിടക്ക് ഇവരുടെ ആക്രമണങ്ങൾ കാണുന്നുണ്ട്. അവിടെ ഉണ്ണിയപ്പം കൗണ്ടർ അടച്ചുപൂട്ടിക്കുന്ന തരത്തിലാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണങ്ങളുടെ നിലയെടുത്താൽ
മീഡിയ വൺ, കൈരളി, ഡെക്കാൻ ക്രോണിക്കൽ, മാതൃഭൂമി ഇങ്ങനെയുള്ള നിരവധി മാധ്യമങ്ങളുടെ ക്യാമറാമാനെ ആക്രമിച്ചിട്ടുണ്ട്. Media houses have also been targeted. മാവേലിക്കരയിൽ സുന്ദരം ബേക്കറി നടത്തുന്നൊരു സ്ത്രീ, സുശീല എന്നാണ് അവരുടെ പേര്, ആ കട അടിച്ചു തകർത്തു. അതിന്റെ കാരണമാണ് ഏറ്റവും രസം, അവർ വനിതാ മതിലിൽ പങ്കെടുത്തിരുന്നു. വനിതാ മതിലിൽ പങ്കെടുത്തതിനാണ് അവരോടുള്ള വിരോധം വെച്ച് ആ കട അടിച്ചു തകർത്തത്. മാരാരിക്കുളത്ത് BJPയുടെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. കാരണം അദ്ദേഹം ഈ വനിതാ മതിലിന് നേതൃത്വം കൊടുത്ത നവോത്ഥാന സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റായിരുന്നല്ലോ. Minister of Kerala, political blame game has begun. The Chief Minister has clearly come out and blamed the BJP and the RSS, accusing them of the violence and also saying that they want to turn Sabrimala into a battleground. The live press conference continues. We are slipping to a short break, but after the break, we'll come back with the top story of the day.